ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സിക്കിം ട്രിപ്പിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒഴിവാക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു വാട്ടർഫോൾസ് ആണ്. റിംബി വാട്ടർഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാറും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്തെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടതിന് ശേഷം ഇത് കാണുമ്പം ഒട്ടും വേർത്തായിട്ട് നമുക്ക് തോന്നില്ല. ഓൾസോ ഈ വാട്ടർഫോളിൻ്റെ താഴെ നമുക്ക് ഇറങ്ങി കാണാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും ഇത് ഇന്നലെ മഴ പെയ്തിട്ട് തന്നെ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഇതിലും കൂടുതലായിട്ട് പെയ്യുമായിരിക്കും, എന്നാലും അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നെക്സ്റ്റ് ഞങ്ങൾ കാണാൻ പോകുന്നത് ഓറഞ്ച് ഫാമാണ്. അപ്പം ഓറഞ്ച് ഫാമിൻ്റെ സീസൺ അല്ലായിരുന്നു ഇത്. അപ്പം അങ്ങനെ സീസൺ അല്ലാത്ത സമയത്ത് നിങ്ങളുടെ ഐറ്റിനറിയിൽ അത് ആരെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് ഒട്ടും വേർത്തായിട്ടുള്ളൊരു സ്ഥലമല്ല. സീസൺ ആകുമ്പോൾ മാത്രമേ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 5 മണി വരെ ഇതിൻ്റെ സമയമുള്ളൂ. ഓൾസോ ഇവിടെ എൻട്രി ടിക്കറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓറഞ്ച് ഫാമിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരൊറ്റ ഓറഞ്ച് പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഓറഞ്ച് ചെടി എന്ന് പറഞ്ഞ് കാണിച്ച് ഇതാണ്, ഇത് ഒറിജിനൽ ഓറഞ്ച് ചെടി തന്നെയാണോ എന്ന് പോലും ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത്രത്തോളം വൃത്തിയുള്ളതാണെന്നൊന്നും എനിക്ക് ഞങ്ങൾ ട്രൈ ചെയ്യാത്തതുകൊണ്ട് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ ഇവർ ഹോംലി മെയ്ഡായിട്ടുള്ള വൈനും വിൽക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളതും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ ഓറഞ്ച് ട്രീ ആയിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ ട്രീസ് കിടപ്പുണ്ട്. പിന്നെ ഹൈഡ്രാഞ്ചി അങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സും ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഇത് കണ്ടത് ടൈം വേസ്റ്റ് ആയിട്ടും മണി വേസ്റ്റ് ആയിട്ടുമാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ അത്യാവശ്യം മാഗിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ വിശന്നൊന്നുമില്ല, അതുകൊണ്ട് ട്രൈയും ചെയ്തില്ല. പക്ഷേ ഇവിടെ കുറച്ച് പേര് ഇവിടുത്തെ വൈനും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബിയറൊക്കെ വാങ്ങാൻ കിട്ടും, അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇറങ്ങി പോകാൻ പോകുന്നത് ഒരു പുഴ പോലത്തെ ഒരു സംഭവത്തിലേക്കാട്ടോ. അപ്പം അവിടെ കുറച്ച് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. മഴ പെയ്തുകൊണ്ട് തന്നെ ചിലപ്പം ശക്തിയുള്ളത് കൊണ്ടും ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ കാശ്മീരും മണാലിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ നാടാണെങ്കിലും അത്യാവശ്യം ഇതിനെക്കാട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുഴകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് വേർത്തായിട്ട് ഒട്ടും തോന്നുന്നില്ല. പിന്നെ സീസൺ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടു നോക്കണം. കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചും ഒക്കെ നമുക്ക് മരത്തിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ്. സീസൺ അല്ലെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യരുത്. ഫസ്റ്റ് ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്നത് അടുത്തൊരു വാട്ടർഫോൾസ് ആണ്, കഞ്ചൻജുങ്ക വാട്ടർഫോൾസ് എന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇത് കഞ്ചൻജുങ്കയെന്ന് ഒറിജിനലായിട്ട് വരുന്ന വെള്ളമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ആക്ച്വലി ഇത് കഞ്ചൻജുങ്ക വാട്ടർഫോൾസ് ഒന്നും അല്ല, ഇവർ ജസ്റ്റ് ഈ ടൂറിസത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പേരിട്ടതാണ്, ഇത് ഈ വെള്ളം വരുന്നത് അവിടെ നിന്നും അല്ലാന്ന്. ഇതും നമ്മുടെ നാട്ടിൽ കാണുന്ന വാട്ടർഫോൾസ് വെച്ച് നോക്കുമ്പം അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് നമുക്കിപ്പം ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഇത് കണ്ടു, അല്ലാതെ തന്നെ നമുക്കിപ്പം ഈ ഒരു ചെറിയ കടകളുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോകുമ്പം ഇതിനൊരു എൻട്രി ഫീ ഒക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട്. വലിയ എൻട്രി ഫീ ഒന്നും ഇല്ല, പക്ഷേ ആ എൻട്രി ഫീയിലൂടെ നമ്മൾ കയറി പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേറൊരു സ്ഥലത്തെത്തും. പക്ഷേ എന്നാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഇതിനെക്കാട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ അതിരപ്പള്ളിയൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും നമ്മൾ കണ്ട് സമയം കളയേണ്ട ഒരു സാധനമേ അല്ല. ഞാനിന്ന് കാണിച്ച എല്ലാ സ്ഥലങ്ങളും പെല്ലിങ്ങിലാട്ടോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സിക്കിമിലെ കൂടുതൽ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.